നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആദ്യത്തെ നോമ്പുകാലമായിട്ടും ഒരു ഇഫ്താർ മീറ്റിനും നമുക്ക് കൂടാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഇൻസ്റ്റയിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഒരു ഇഫ്താർ ബുഫേ റോയൽ ഷാലിമാറിൽ ബുക്ക് ചെയ്തു. നമ്മളും 2 ഫ്രണ്ട്സുമായിട്ടാണ് ബുക്ക് ചെയ്തെങ്കിലും അവിടെ എത്തി ക്യൂ കാണുന്നവരെ ഇത് ഇത്ര വലിയ സെറ്റപ്പാണെന്ന് നമുക്ക് 4 പേർക്കും അറിയണ്ടായിരുന്നില്ല. ബില്ലിങ്ങിനുള്ള ക്യൂ ഒക്കെ എങ്ങനെയൊക്കെയോ പാസ് ചെയ്തൊരു സീറ്റൊക്കെ ഒപ്പിച്ചപ്പോഴാണ് ഇതിനുള്ളിൽ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടെന്ന് ഞങ്ങൾ കണ്ടത്. പിന്നെ എല്ലായിടത്തും കറക്റ്റ് സമയത്തിന് എത്തുന്നുണ്ട്. ഏതാണ്ട് നോമ്പ് തുറക്കാൻ 10 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞങ്ങൾ ദേ ക്യൂവിൻ്റെ അവസാനമെങ്കിലും എത്തിയത്. എല്ലാവരും നോമ്പ് തുറന്നപ്പോഴും ഞങ്ങൾ ക്യൂവിൻ്റെ പാതിയെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അടുത്തുണ്ടായിരുന്ന ഒരു ഡ്രിങ്ക്സ് കൗണ്ടറിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നിട്ട് സ്റ്റാർട്ടേഴ്സിൻ്റെ അടുത്തേക്ക് നീങ്ങി. ഇവരുടെ സ്റ്റാർട്ടേഴ്സ് മെനു ഭയങ്കര വൈഡായിരുന്നേ. ഫ്രൈ ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവർ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പൊട്ടറ്റോ ഫ്രൈസ്, വെഡ്ജസ്, നമ്മുടെ മുളക് ബജി, മുട്ട ബജി, പിന്നെ കുറേ ടൈപ്പ് പക്കോഡാസ്, സമോസാസ്, റോൾസ്, ഒനിയൻ റിങ്സ്, പിന്നെ കുറേ നോൺ വെജ് ഐറ്റംസ്. അത് കെബാബായിട്ടും ഈ വിങ്സ് ആയിട്ടും ഫ്രൈഡ് ആയിട്ടും ഒക്കെ പല 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 സോസസിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നോമ്പിരുന്നതിൻ്റെ വിശപ്പുകൊണ്ടാണോ അത് ക്യൂ നിന്നതിൻ്റെ ക്ഷീണം കൊണ്ടാണോ അതോ ഇതൊക്കെ കണ്ടതിൻ്റെ കൊതിമുത്തിട്ടാണോ എന്നറിയില്ല. 4 പേർക്ക് 8 പ്ലേറ്റ് നിറയെ സാധനങ്ങളായിട്ട് ഞങ്ങൾ സ്റ്റാർട്ടേഴ്സ് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും വയറ് നന്നായി നിറഞ്ഞിരുന്നു. പിന്നെ ഒരു വഴിക്ക് വന്നതല്ലേ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ മെയിൻസിലേക്ക് കടന്നു. മെയിൻസിൽ റൈസ് ഐറ്റമായിട്ട് ബിരിയാണി, പുലാവ്, മട്ടർ റൈസ്, പ്ലെയിൻ റൈസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. കറികളാണെങ്കിൽ പാകിസ്ഥാനി ടച്ച് ഉള്ളതായിരുന്നു കേട്ടോ. കരാഹി ഗോഷ്ട്, നംകീൻ ഗോഷ്ട്, പാലക് ഗോഷ്ട്, ചിക്കൻ കീമ, ആലു കീമ, ചിക്കൻ കറാഹി, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മെയിൻ കോൺസെൻട്രേഷൻ എനിക്കറിയാവുന്നത് ചിക്കൻ ലിവർ മസാലയിലും പിന്നെ നമ്മുടെ ബട്ടർ ചിക്കനിലും തന്തൂരിയിലും ഒക്കെ തന്നെയായിരുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു വൈഡ് വെറൈറ്റി ഓഫ് വെജ് കറികളുണ്ടായിരുന്നു. ആ സൈഡിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ളതാണ് സത്യം. ഇവരുടെ കറികളൊക്കെ നല്ല മസാലയും ഒരുപാട് ബട്ടറും എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. എങ്കിലും ഞാൻ എടുത്തിരുന്ന നമ്മുടെ ലിവർ മസാലയും തന്തൂരി ചിക്കനും ഒക്കെ അടിപൊളിയായിരുന്നു. ബിരിയാണിനൊക്കെ കൂടുതൽ ഞാൻ ശരിക്കും കറിയാണ് കഴിച്ചിരുന്നത്. പിന്നെ ഈ തൊപ്പി വെച്ച അപ്പാപ്പൻ നല്ല ചൂടായിട്ട് പല ടൈപ്പ് നാൻ ഉണ്ടാക്കി തരുന്നുണ്ടായിരുന്നു. ബട്ടർ നാനൊക്കെ ആണെങ്കിൽ ഈ ചൂടപ്പം തീരുന്നത് പോലെ എന്ന് പറയില്ലേ, അതുപോലെ തന്നെ തീരുന്നുണ്ടായിരുന്നു. ഇടുന്ന താമസം ആൾക്കാർ വന്ന് എടുത്തിട്ട് പോകുമായിരുന്നു. ഈ ലൈവ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഹോട്ട് പോട്ട്സ് ഉണ്ടായിരുന്നേ. അവിടെയായിരുന്നു ഹലീമും സൂപ്പും ഒക്കെ അവർ സെർവ് ചെയ്തിരുന്നത്. ഹലീം യൂഷ്വലി എനിക്ക് അത്ര താല്പര്യമില്ലെങ്കിലും എല്ലാവരും എടുക്കുന്ന കണ്ടിട്ട് ഞാനും എടുത്തു. യൂഷ്വലി നമ്മുടെ നോമ്പുതുറയിൽ കാണാത്ത പാസ്ത, പിസ്സ, നൂഡിൽസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നേ. അതിൻ്റെ കൂടെ അവർ കഴിക്കാൻ വീണ്ടും നഗറ്റ്സും സൈഡ്സും വെഡ്ജസും ഒക്കെ പ്രൊവൈഡ് ചെയ്തു. ഞാൻ ഒട്ടും ശ്രദ്ധിക്കാണ്ടിരുന്നൊരു പോയി കൗണ്ടർ ചെയ്ത് ഫ്രഷ് കട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സാലഡ്സ്, ഹമ്മസ്, പിന്നെ കുറേ ചാറ്റ്സ്, ഡിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ല. കാരണക്കാരന്താ ഇവനാണ് നമ്മുടെ ഡെസേർട്ട് കൗണ്ടർ. കസ്റ്റർഡും ഗുലാബ് ജാമുനും 2 തരം ഹൽവയും കുറേ ബ്രൗണീസും പായസവും ജെലാറ്റോസും പിന്നെ മഴവില്ല് പോലെ ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നേ. ഇതൊന്നും പോരാഞ്ഞിട്ട് ചോക്ലേറ്റ് ഫൗണ്ടനും അതിൽ ഡിപ്പ് ചെയ്യാൻ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സും മാഷ്മെലോസും അവർ വെച്ചിട്ടുണ്ടായിരുന്നേ. ബാക്കിയുള്ള ബുഫേസിനെ വെച്ച് നോക്കുമ്പം ഇവർക്ക് ഡ്രിങ്ക്സ് കോംപ്ലിമെൻ്ററി ആണ്. വേറെ ഹിഡൻ ചാർജസ് ഒന്നുമില്ല. പെർ ഹെഡ് ഒരു 20 പൗണ്ടിന് ഇതെനിക്ക് ഭയങ്കര വർത്തായിട്ടാണ് തോന്നിയത് കേട്ടോ. വയറിൽ സൂചി കുത്താൻ പോലും ഇടമില്ലാണ്ടായപ്പോഴത്തേക്ക് റോയൽ ഷാലിമാറിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി.